പത്തനംതിട്ട പന്തളത്ത് സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാപ്പിഴവ് പരാതി. നൂറനാട് സ്വദേശി പങ്കജാക്ഷൻ ക്രിസ്ത്യൻ മിഷൻ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചെന്നാണ് പരാതി. ഇസിജിയിലും എക്കോ ടെസ്റ്റിലും വ്യതിയാനം കണ്ടെത്തിയിട്ടും TMT നടത്തിയെന്നാണ് പരാതി. മകൾ ജ്യോതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുന്നു. ശ്രീരാജ്, ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അവർ പരാതിയും നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും. അത് അവരുടെ പിതാവാണ്, അവരുടെ ജീവനാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത്. ശമലി, കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് നൂറനാട് സ്വദേശിയായ പങ്കജാക്ഷനെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും പങ്കജാക്ഷനെ എക്കോയും ECG അടക്കം എടുക്കുകയും ചെയ്തിരുന്നു. ഈ എക്കോയിലും ECGയിലും വേരിയേഷൻ കണ്ടിരുന്നുവെന്നും പക്ഷേ വീണ്ടും അതിന് ചികിത്സ നൽകാതെ വീണ്ടും TMT ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇങ്ങനെ TMT എടുക്കുന്നതിനിടയിൽ വീണ്ടും നെഞ്ചുവേദന, ഹൃദയാഘാതം അനുഭവപ്പെടുകയും ചെയ്തു. പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. എക്കോയിലും ECGയിലും അടക്കം ഇത്തരത്തിൽ വേരിയേഷൻ കണ്ട സ്ഥിതിക്ക് അതിന് ചികിത്സ നൽകേണ്ടുന്നതിന് പകരം TMT ടെസ്റ്റ് ചെയ്യിച്ചു എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഈ പങ്കജാക്ഷൻ ഉണ്ടായിരുന്നു. 73 വയസ്സുള്ള ആളാണ്. ഈ TMT ടെസ്റ്റ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അത്തരത്തിൽ ECGയിലും എക്കോയിലും അത് വേരിയേഷൻ കണ്ടെത്തിയെങ്കിൽ പിന്നീട് TMT ചെയ്യിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് പങ്കജാക്ഷന്റെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ കാര്യം ചൂണ്ടിക്കാട്ടി, ആശുപത്രിയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ ഇതിലുണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം ECGയിലും എക്കോയിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് TMT ടെസ്റ്റ് ചെയ്യിച്ചത്. TMT ടെസ്റ്റ് ചെയ്യിച്ച് ഇതിൻ്റെ വേരിയേഷൻ കൃത്യമായിട്ട് അറിയാനും എത്രത്തോളം ആരോഗ്യ പ്രശ്നം രോഗിക്കുണ്ട് എന്നറിയാൻ സാധിക്കുമെന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം. എന്തായാലും കുടുംബത്തിൻ്റെ പരാതി ഗൗരവകരമാണ്. ആരോഗ്യപരമായി വലിയ മോശം സ്ഥിതിയിലുള്ള ഒരു രോഗി, അയാളുടെ പ്രായം കൂടി കണക്കിലെടുക്കണമായിരുന്നു. 73 വയസ്സ് പ്രായമുള്ള ആളാണ്. അത്രത്തോളം പ്രായമുള്ളയാളെ TMT ചെയ്യിച്ചതാണ് ഹൃദയാഘാതവും മരണവും സംഭവിക്കാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. ശ്യാമിലി, ശരി, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.